ഞാൻ വിചാരിക്കുന്നത് ഒരു യുദ്ധം അത് വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ പ്രിപ്പയർ ചെയ്യേണ്ടതും അല്ലെങ്കിൽ സിവിലിയൻസിനെ രക്ഷിക്കേണ്ടതും ഒരു ഭരണകൂടത്തിൻ്റെ കടമയാണ്. അതുകൊണ്ട് അത്തരം ഒരു സന്ദർഭം ഉണ്ടായാൽ ആ സമയത്ത് ഒരു ഇത്തരത്തിലുള്ള ഡ്രില്ലുകൾ എത്രത്തോളം സഹായകമാകും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഒരു ഫുൾ ഫ്ലഡ്ജ് വാർ അല്ല എങ്കിൽ പോലും ഒരുപക്ഷെ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഒരു യുദ്ധം അതിർത്തിയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല. പ്രത്യേകിച്ച് ഇന്ത്യയിൽ നമുക്കറിയാം പല കാലങ്ങളായി 1000 വൗണ്ട്സ് എന്നുള്ള രീതിയിൽ ഈ ഗ്രാമങ്ങളെയും അല്ലെങ്കിൽ നഗരങ്ങളെപ്പോലും അവിടെയുള്ള സ്ലീപ്പർ സെല്ലുകളും മറ്റു രീതിയിലുമായി ഇന്ത്യയെ ആക്രമിക്കുന്ന രീതിയും പാകിസ്ഥാൻ പല വർഷങ്ങളായി കുറേ നാളുകളായി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ന് കേരളത്തിലെ ഡാമുകൾക്കെല്ലാം സെക്യൂരിറ്റി വേണം എന്നുള്ള രീതിയിൽ വരെ സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ബിൻ ഗിവൺ എ ഇൻഫർമേഷൻ, ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഒരു ഭീതിജനകമായ അല്ലെങ്കിൽ ഒരു സൈനിക ആക്രമണം മാത്രമല്ല, ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അട്ടിമറികളോ ഭീകരവാദ പ്രവർത്തനങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം എന്നുള്ള ഒരു ഭീതി കൂടി കേന്ദ്രത്തിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഡിഫൻസിന് അല്ലെങ്കിൽ അവിടുത്തെ സെൻട്രൽ ഫോഴ്സിന് അത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻസോ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻസോ ഉണ്ടായേക്കാം. അതിനെ കൂടി നേരിടേണ്ട ഒരു അവസ്ഥ ഇന്ന് ഭാരതത്തിലുണ്ട്. ഞാനൊരു ഫുൾ ഫ്ലഡ്ജ് വാറിനെ ഒട്ടും ഭയക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ്റെ ആർമി ആയാലും പാകിസ്ഥാൻ്റെ മറ്റുള്ള എല്ലാ യുദ്ധ ഉപകരണങ്ങളായാലും ഇന്ത്യയോട് കടപിടിച്ച് നിൽക്കുവാൻ അല്ലെങ്കിൽ 1-2 ദിവസം യുദ്ധം ചെയ്യുവാനുള്ള സാധ്യതയുള്ളൂ. പ്രത്യേകിച്ച് 2019 ശേഷമുള്ള നമ്മളുടെ പല തീരുമാനങ്ങളും അത്തരത്തിലുള്ള, ഇപ്പോൾ റഫാൽ ജെറ്റിൻ്റെ ആയാലും അതുപോലെ തന്നെ മിസൈലുകളാണെങ്കിൽ സ്കാൽപ്പും അതേപോലെ മെറ്റിയോറും അതേപോലെ റഷ്യയുടെ S-400 അത്തരത്തിലുള്ള ഉപകരണങ്ങൾ ചൈനയുമായിട്ട് വരെ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഗുണകരമായ ഒരു മിസൈൽ സിസ്റ്റവും മറ്റൊക്കെയാണ്. അല്ലെങ്കിൽ ആർമി ആയാലും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ T9 പോലുള്ള പോലുള്ള K9 വജ്ര പോലുള്ള ആംഡ് പാറ്റൻ ടാങ്കുകളും ബാക്കി കാര്യങ്ങളുമെല്ലാം നമുക്ക് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പ്രശ്നമല്ല. പക്ഷേ നമ്മളെ ഭയക്കുന്നത് ഇത്തരത്തിലുള്ള വല്ല ആക്രമണവും ഉണ്ടായാൽ സിവിലിയൻസിനെ രക്ഷിക്കുക, അനാവശ്യമായിട്ടുള്ള ഭീതി ഒഴിവാക്കുക, രക്ഷപ്പെടുവാനുള്ള ഒരു മാർഗങ്ങൾ ഓരോ വ്യക്തിയും കണ്ടുവയ്ക്കുക എന്നുള്ളതും നമുക്ക് പഠിച്ചിരിക്കേണ്ടതാണ്, അടിയന്തരമായി നടപ്പിലാക്കേണ്ടതാണ്. അതും ഒരു ജനതയുടെ രക്ഷയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ ഏത് ഭരണകൂടവും അത് നടപ്പിലാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും സംസ്ഥാന ഗവൺമെൻറ്റിനും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഡ്രില്ലുകൾ, മോക്ക് ഡ്രില്ലുകളായാലും ഇത്തരത്തിലുള്ള ട്രെയിനിങ് ക്യാമ്പുകളായാലും പ്രത്യേകിച്ച് യുവാക്കൾക്കുള്ളതായാലും അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് കൂടാണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരുമിച്ച് നിൽക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട്. ഇത് ഒരു പക്ഷേ നമുക്കൊന്നും പരിചിതമല്ലാത്ത ഒരു ടെറൈനിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരുപക്ഷെ ഒരു 80% ആളുകൾക്കും പരിചിതമല്ലാത്ത ഭാഗമാണ്. പ്രത്യേകിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ സൗത്ത് ഇന്ത്യൻസിൽ ഇത് അത്ര പരിചിതമല്ല. ഒരു പക്ഷേ നമ്മളുടെ കേരളവും അവരുടെ റഡാറിൽ നിന്ന് വളരെ അകലെ ആയിരിക്കാം. എങ്കിൽ പോലും ഈ രാജ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു ശത്രുവിനെ നേരിടുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ നിരപരാധികളായ ആളുകൾക്ക് ഈ രാജ്യത്തിൻ്റെ തന്നെ ഒരു ഭാഗത്ത് വെച്ച് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് മാനസികമായി പ്രിപ്പയർ ചെയ്യുക കൂടി വേണം നമ്മൾ ഓരോരുത്തരും. കാരണം നാളെ നമ്മളായിരിക്കാം രാമചന്ദ്രനും, നമ്മളായിരിക്കാം ആ കാശ്മീരിൽ മരിച്ചു വീണ ഓരോ വ്യക്തികളും, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബക്കാരോ ആയിരിക്കാം. അതുകൊണ്ട് തീർച്ചയായും ഇതിന് തക്കതായി മറുപടി കൊടുക്കുമ്പോൾ അവിടെ എങ്ങനെയാണോ ഒരു ശത്രുരാജ്യം തങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തങ്ങൾക്കെതിരെ, നമ്മുടെ മാതൃരാജ്യത്തിനെതിരെ ഒരു ആക്രമണം അഴിച്ചുവിടുമെന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുന്നത്, അത്തരം ശ്രമങ്ങളെ പുറത്തുനിന്നും അകത്തുനിന്നും തടയുക എന്നുള്ളത് ഏതൊരു രാജ്യത്തിൻ്റെയും കടമയാണ്, ഏതൊരു സർക്കാരിൻ്റെയും കടമയാണ്, ഏതൊരു പൗരൻ്റെയും കടമയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ യുവാക്കൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരും യുവാക്കളും കുറച്ചുകൂടി മുന്നോട്ട് വരികയും അതിന് മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് മാതൃഭൂമി പോലുള്ള മാധ്യമങ്ങൾ ശക്തമായി പിന്തുണ കൊടുക്കുകയും അതിനെ ക്രമീകരിക്കുന്നതിന് ഇന്ന് തൊട്ട് എല്ലാ സഹായവും ചെയ്യണമെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ ഓരോ നിർദ്ദേശങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാനും ശ്രമിക്കണമെന്നുമാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തീർച്ചയായിട്ടും നിർദ്ദേശങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട്. കൂടാതെ അതൊരു പ്രസന്റേഷൻ രൂപത്തിൽ തന്നെ അടുത്ത ബുള്ളറ്റിനുകളിൽ ലഭ്യമാകും. അത് ഇടയ്ക്ക് ആവർത്തിച്ച് കൊണ്ട് 4 മണി മുതൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്യും.